ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇരിക്കുന്ന തൊമ്മക്കുത്ത് വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് ഉള്ളോട്ട് കയറണം. ഇതാട്ടോ ഗേറ്റ്. നമുക്കവിടെ പാസ് എടുത്ത് വേണം കയറാൻ. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറി നോക്കാവേ. ഇതിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. ഇവിടെ ഒരു കുരങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് തന്നെ എല്ലാം ഇലയൊക്കെ പൊഴിഞ്ഞ് നിൽക്കുവാണ്. നമുക്ക് ഉള്ളോട്ട് കയറി നോക്കാം. ഉള്ളെന്തൊക്കെ കാഴ്ച നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. തൊമ്മക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, ക്യാഷ് ഇല്ല കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ഫീസ് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ പലരും തർക്കിന്ന് കണ്ടിട്ടുണ്ട്, ഗൂഗിൾ പേ ഇല്ലെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പേ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പം 40 രൂപയാണ് ഒരാൾക്ക്. ക്യാമറ ഉണ്ടെങ്കിൽ 50 രൂപ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാം കേട്ടോ. ഇനി നമുക്ക് ഇതിലൂടെ ഒരു ഏകദേശം 1/2 കിലോമീറ്റർ നടക്കണം കേട്ടോ. ഈ നടന്നു വന്ന പ്രദേശമൊക്കെ നല്ല ഭംഗിയുള്ള കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഇവിടെ ഒരു താന്നിവരം നിൽപ്പുണ്ട് കേട്ടോ. താഴോട്ട് നോക്കുവാണെങ്കിൽ വെള്ളം വീഴുന്ന കാണാം. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകുമ്പോൾ 2 സൈഡും നല്ല വ്യൂ ആട്ടോ. ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാണാം. അതുപോലെ നിരവധിയായിട്ടുള്ള മരങ്ങളുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, വനമാണല്ലോ, പലതരത്തിലുള്ള മരങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാം, വെള്ളം കാണാം. പക്ഷെ ഇപ്പം ജനുവരി മാസമാണ്, വെള്ളം കുറവാട്ടോ. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉള്ളത് നമ്മുടെ തൊടുപുഴയിൽ 22 കിലോമീറ്റർ ഉള്ളോട്ടാട്ടോ. നമുക്കിതിലെ കുറച്ച് നടക്കാനുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പം 5 മണിക്ക് മുമ്പായിട്ട് വരണം കേട്ടോ. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഞങ്ങൾ ഒരിക്കൽ വന്നിരുന്നു, അന്ന് 5 മണിക്കായപ്പോഴത്തേക്കും ക്ലോസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ 5 മണിക്ക് മുമ്പ് വേണം ഇവിടെ വരാൻ കേട്ടോ. അതേ കേട്ടില്ല വരും കേട്ടോ. നടന്നു പോകുമ്പോഴത്തേക്ക് ഒത്തിരി മരങ്ങൾ കാണാം കേട്ടോ. അതിലൊരു ഭംഗിയുള്ള മരമാണ്, നല്ല രസം തോന്നി, അതുകൊണ്ട് എടുത്താണ്. ഇവിടെ കാണാൻ പറ്റും, വിവിധ ഇടത്തുള്ള മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ. എല്ലാം നല്ല വലിപ്പമുള്ള മരങ്ങളാണ്. നമുക്കിതിൽ കല്ലേക്കുള്ള ഒരു വഴിക്കൂടെ നടന്നു വേണം പോകാൻ. കുറച്ച് ഉള്ളോട്ട് നടന്നു പോകണം കേട്ടോ. എന്നാൽ നല്ല ഭംഗിയാണ്, നല്ല തണുപ്പാണ്, നല്ല കൂൾ ടെമ്പറേച്ചറാണ്. കാരണം വനമാണല്ലോ, നല്ല ഒത്തിരിയേറെ മരങ്ങളുണ്ട്. അപ്പോൾ ഏത് സമയത്ത് വന്നാലും നല്ലൊരു കൂൾ ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വരുമ്പോൾ ഒരു ഏകദേശം ഒരു 3 മണിക്ക് മുമ്പായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഒരു 4 മണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. ഇത് കയറ്റിയും വിടത്തില്ല. പിന്നെ നമുക്കിവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, കാരണം കണ്ടമാനം ഇരുട്ടായി പോകും കേട്ടോ. കാരണം വനമായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു 3 മണിയോടെയെങ്കിലും ഇവിടെ വരണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. നല്ല രസമാട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വെള്ളച്ചാട്ടം മാത്രമല്ല, പലതരത്തിലുള്ള മരങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല, കാരണം വെള്ളം അപകടമാണ്. ഏകദേശം 24 പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്, പക്ഷെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളമാണ് ഇവിടെ. ഇതിലോട്ട് കയറി പോകുമ്പോൾ നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മരങ്ങളാട്ടോ. നല്ല ഭംഗിയുള്ള മരങ്ങളാട്ടോ ഈ സൈഡ് നിൽക്കുന്നത്. ഇവിടെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും കുറേ പാറക്കെട്ടുകളാണ്. പാറക്കെട്ടുകളും വലിയ മരങ്ങളൊക്കെ ആട്ടോ. നല്ല രസമുള്ള പാറക്കെട്ടുകളാട്ടോ, നല്ല ഭംഗിയുള്ള പാറക്കെട്ടുകളാണ്. കുറേയധികം പാറക്കെട്ടുകളാട്ടോ. ഇവിടെ വെള്ളം കുറവാണ്, കാരണം ഞാൻ വന്നിരിക്കുന്നത് ജനുവരി മാസമാണ്. ഇപ്പോൾ തീരെ വെള്ളം ഇല്ലയെന്ന് തന്നെ പറയാം കേട്ടോ. ഈ മരത്തിലേക്ക് ഭംഗി വയ്ക്കുക, നല്ല ഭംഗിയാണ്. നമുക്കിപ്പോൾ ഇവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ കാര്യമായിട്ട് വെള്ളമില്ല. ഇവിടെ കാണാൻ പറ്റും, ചെറുതായിട്ട് വെള്ളം ഒഴുകിപ്പോണ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കൂറ്റൻ മരങ്ങളൊക്കെ കിടപ്പുണ്ട്, ഒടിഞ്ഞാടി കിടപ്പുണ്ട് കേട്ടോ. ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഭംഗിയല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നല്ല രസമുള്ള മരങ്ങളും വളരെയധികം ഭംഗിയുള്ള കാട്ടും മരങ്ങളാട്ടോ. ഇതിൻ്റെ പേര് നമുക്കറിയില്ല, പേര് നമുക്ക് ആർക്കും തന്നെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിരവധിയായിട്ടുള്ള മരങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെള്ളം ഒഴിവരുന്ന കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നദാനും എഡ്വേർഡൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ വെള്ളം കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര രസമാണ്, ഭയങ്കര കളിയാണ്. നദാൻ ഒട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. നദാനും എഡ്വേർഡിനും വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം, അതാണ് അവർക്ക് എപ്പോഴും. എവിടെ പോയാലും അങ്ങനെയാണ്. ഇവിടെ ഇപ്പം ജനുവരി മാസം ആയതുകൊണ്ട് ഇത്രയും കുറച്ച് വെള്ളം, അല്ലെങ്കിൽ ഭയങ്കര വെള്ളം കേട്ടോ. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ മരങ്ങളാൽ സമ്പുഷ്ടമാണ്, നല്ല കൂളായിട്ടുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റുള്ളവർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഈ ഏരിയ കാണാൻ പറ്റും, മരങ്ങളൊക്കെ ഒടിഞ്ഞ് ചാടി കിടക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് ആ കിടപ്പ് കാണാൻ. അപ്പോൾ നിങ്ങൾ തൊമ്മക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വന്ന് കാണണം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പോൾ നിങ്ങൾ വരേണ്ട സമയത്തുണ്ടെങ്കിൽ ഒരിക്കലും ജനുവരി മാസം വരരുത്.
ഒരു മഴക്കാലം കഴിയുന്ന സമയം വരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സമയം കേട്ടോ. ഇപ്പോൾ ഏകദേശം 4 മണിയായി, പതുക്കെ ഇരുട്ടി തുടങ്ങി കേട്ടോ, വെട്ടം കുറഞ്ഞു തുടങ്ങി. അപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നവർ നേരത്തെ വരണം കേട്ടോ. ഒരു കാരണവശാലും താമസിച്ച് വരരുത്, നേരത്തെ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കിട്ടില്ല. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 400 മീറ്റർ നടന്നു, ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ഈ സൈഡിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുമേ. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇവിടേക്ക് ഇറങ്ങുന്നതിന് കുഴപ്പമില്ല കേട്ടോ. എന്നാൽ വെള്ളം ഉള്ളപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഇപ്പം അതാനിപ്പം ഓട്ടമാണ്, നിൽക്കാൻ സമ്മതിക്കുന്നേയില്ല. ഞങ്ങൾ മടുത്തിരിച്ചായിരുന്നു. അവന് ഇരിക്കാൻ ഒട്ടും മനസ്സില്ല, അവന് ഓട്ടമാണ്. നമുക്ക് ഈ പോകുമ്പോൾ കാണാൻ പറ്റും വലിയ മല പോലെയുള്ള, മീൻസ് ആനയെ പോലെയൊക്കെയുള്ള പാറകൾ കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ, ഈ പാറകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഈ സമയത്ത് ഇറങ്ങാൻ പറ്റും. അവിടെ നമുക്ക് വെള്ളം ഒഴുകുന്ന കാണാം. ആൾക്കാരൊക്കെ ഇവിടെ പോയി കുളിക്കുന്നൊക്കെ ഉണ്ട് ആ ഏരിയയിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത്, ഈ ഒരു ജനുവരി സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും കേട്ടോ. പക്ഷെ മഴക്കാലത്താണ് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം വെള്ളച്ചാട്ടം എത്താറായി. ഇപ്പോൾ ഷിൻസിയും നദാലൊക്കെ കുറച്ച് സമയം ഇരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നിരവധിയായിട്ടുള്ള മരങ്ങൾ കാണാൻ പറ്റും, പാറക്കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള പാറക്കൂട്ടങ്ങളാണ്. അതുപോലെ ഇഷ്ടം പോലെ മരങ്ങളാട്ടോ. നടക്കാൻ ഇവിടെ കല്ലാണ്. പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി പാടാണ്, പിള്ളേരൊക്കെ ഇറങ്ങി ഓടും. ചിലർക്കാണെങ്കിൽ നടക്കാൻ പറ്റില്ല. ഇതാട്ടോ ഇവിടുത്തെ ഒരു വ്യൂവേ. ഇവിടെ നല്ല ഭംഗിയുള്ള മരങ്ങൾ കാണാം. ഇതിൻ്റെ പേരൊക്കെ നമുക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് ആർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഫൈനലി ഒരു മരത്തിൻ്റെ പേര് കിട്ടി, മൈല. ഇതാണ് മൈല എന്ന് പറയുന്ന മരം കേട്ടോ. വലിയൊരു മരമാണ്, കൂറ്റൻ മരമാണ്. ഇതുപോലത്തെ കുറേയധികം മരങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള മരങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അതിൻ്റെ മാത്രം പേര് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഭംഗിയുള്ള മരം. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ കൂടുതലും കാണുന്ന നിരവധിയായിട്ടുള്ള മരങ്ങളാണ്. നല്ല ഭംഗിയുള്ള കാടാണല്ലോ, ഭംഗിയുള്ള മരങ്ങളാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണം, എങ്ങനെയുണ്ട് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റും. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ്. വെള്ളച്ചാട്ടം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു തടി കൊണ്ടുള്ള ഒരു ചെറിയ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും, വെള്ളം ഒഴുകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇതിലാണ് വെള്ളം ഒഴുകി പോണത്. ഈ ഭാഗത്ത് മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്ന ഭാഗമാണ്. പക്ഷെ ഇപ്പം വെള്ളം ഇവിടെ ഇല്ല കേട്ടോ. എന്നാലും ആ വെള്ളം ഒഴുകി വരുന്ന പാട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമേ. ഇവിടെ ഇപ്പം ഏകദേശം 4 മണി കഴിഞ്ഞു. ചെറുതായിട്ടൊരു ഇരുട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയാട്ടോ, ഏരിയ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ അപകടം നടന്ന സ്ഥലങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡ് ലൈൻ വെച്ചിട്ടുണ്ട്, തുണി വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരിവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ട്, കുളിക്കുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്. ഇതാണ് നമ്മുടെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. അപ്പം എല്ലാവർക്കും തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.